കർത്താവിന് മഹത്വം. നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക സത്യം നിങ്ങളുടെ കൂടെ പങ്കുവയ്പ്പാനാണ് ഞാൻ വരുന്നത്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുവാനായി കേൾക്കുവാനായി ശ്രമിക്കണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതായത് സാധാരണ നമ്മുടെ സുവിശേഷ പ്രവർത്തകർ, ദേവദാസന്മാർ സുവിശേഷ വേദികളിലും വചന പഠനത്തിലും ഒക്കെ പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. സത്യത്തിൽ ഇതൊരു വലിയ വിഷയമാണ്. തിരിച്ചൊരു ചോദ്യം ചോദിക്കുക: എവിടുന്നാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത്? എവിടുന്ന് രക്ഷിക്കപ്പെടണം? ഉടനെ പറയും പാപത്തിൽ നിന്ന്. ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ വേണ്ടി യേശുക്രിസ്തു വന്നെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ട വ്യക്തികളിൽ പിന്നെ എങ്ങനെയായി പാപം വരുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എങ്കിൽ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും തെറ്റുകളും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? അതിനെ ഇന്ന് രക്ഷിച്ചില്ലേ? അതോ ഭാവിയിലുള്ള ഒരു പാപത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചിട്ടില്ലേ? പാപത്തിൽ നിന്ന് രക്ഷിച്ചു എങ്കിൽ ഒരിക്കൽ പോലും പിന്നെ നമ്മുടെ ജീവിതത്തിൽ പാപം വരാൻ പാടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം പ്രൊവോക്കിംഗ് ആയി തോന്നും, ദേഷ്യമായിട്ട് വരും. പക്ഷെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എന്തായിരിക്കും ഇതിന്റെ കാരണം? നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഈ വാക്ക് എന്തുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തിന്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ, കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചത് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പരിശോധിക്കാൻ പോവാം. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് ദൈവദാസന്മാരെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ. നമ്മളിതൊരു അറിവിന് വേണ്ടി പറയും. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചവർ ചോദിക്കും, എവിടുന്നാണ് രക്ഷിക്കപ്പെട്ടെ? അപ്പൊ പറയുന്ന പാപത്തിൽ നിന്നാണ്. ഏത് പാപത്തിൽ നിന്ന്? അപ്പൊ നമ്മൾ പറയും ആദാം പാപം ചെയ്തു. ആദം പാപം ചെയ്തപ്പോൾ ആ പാപം തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറി ജന്മപാപം, ഒറിജിൻ ഓഫ് സിൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തും. എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ജന്മപാപം എന്ന ഒരു പാപം ഇല്ല. ജന്മപാപം എന്ന് പറയുന്ന ആ ഉപദേശം ക്രിസ്തീയ സഭയിൽ കൊണ്ടുവന്നത് സെന്റ് അഗസ്റ്റിനാണ്. അത് ഗ്രീക്കുകാരുടെ സ്വാധീനത്തിൽ ക്രിസ്തീയ സഭയിൽ കൊണ്ടുവന്ന ഒരു ഉപദേശം. ജന്മപാപം എന്നൊരു പാപം ഇല്ല. എസെക്കിയേലിന്റെ പ്രവചനം 18-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പൻ പാപം ചെയ്യുന്നതുകൊണ്ട് മക്കളെ ശിക്ഷിക്കത്തില്ല. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? ഞാനൊരു വാക്യം പ്രധാനമായിട്ട് ആദ്യത്തിൽ നിങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ച ശേഷം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വാക്യം, ഞാൻ 12 മുതൽ വായിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപം. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വേദോസ്തം വായിക്കുമ്പോൾ മനോരമ പത്രം വായിക്കുന്ന പോലെ വായിക്കരുത്, കഥ വായിക്കുന്ന പോലെ വായിക്കരുത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും മരിച്ചു എന്നല്ല എഴുതിയേക്കുന്നത്. ആദം പാപം ചെയ്തപ്പോൾ ആദമിലൂടെ ലോകത്തിലേക്ക് എന്ത് കടന്നു? പാപവും മരണം കടന്നു. മരണം പ്രവേശിച്ചു. പാപത്താൽ മരണവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പൊ എല്ലാവരും പാപം ചെയ്തത് കൊണ്ടാണ് സകല മനുഷ്യരിലും മരണം കടന്നത്. വ്യക്തമാണല്ലോ. അല്ലാതെ ആദം പാപം ചെയ്തപ്പോൾ എല്ലാവരും മരിച്ചവർ അങ്ങനല്ല. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ മരണം കവനന്റ് ഡെത്ത് എന്ന് പറയും. ദയവായിട്ട് ഇത് ഫിസിക്കൽ ഡെത്ത് അല്ല. ഫിസിക്കൽ ഡെത്ത് ആണ് മരണത്തിന്, ഫിസിക്കൽ ഡെത്ത് ആണ് പാപഹേതുവായതെങ്കിൽ നമ്മുടെ നാട്ടില് ഈ മൃഗങ്ങളും ഈ പക്ഷികളെല്ലാം മരിക്കുന്നത് ആദാമിന്റെ, അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ, ആദാമിന്റെ വീഴ്ച കൊണ്ട് എല്ലാവരും അങ്ങ് വീണെന്ന് പറഞ്ഞു. ഭൂമി വീണു,
ചന്ദ്രൻ വീണു, സൂര്യൻ, പ്രപഞ്ചം മൊത്തം അടിച്ചുപോയി, ഒറ്റ മനുഷ്യൻ പഴം തിന്നപ്പോൾ. അങ്ങനെ പറയുന്നവരുണ്ട്. അത് യാതൊരു കഥയും ഇല്ലാത്ത, ഇതൊന്നും വേദോത്സവത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉടമ്പടിയിൽ പ്രവേശിച്ച ആദം, ദൈവത്തിന്റെ ഉടമ്പടിയിൽ പ്രവേശിച്ച ആദമാണ് ആദ്യത്തെ മനുഷ്യൻ, ഫസ്റ്റ് മാൻ. ആദമിന് മുമ്പ് ഇഷ്ടംപോലെ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സ് ഈസ് ഡിഫറെന്റ് ഫ്രം മാൻ. ഞാൻ ഈ പറഞ്ഞ ടെർമിനോളജി ശ്രദ്ധിക്കുക. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ്, മലയാളത്തിൽ പറയാൻ എനിക്ക് അതിന് വേറെ വാക്കില്ല. മലയാളത്തിൽ രണ്ട് മനുഷ്യര്. ഹ്യൂമൻ ബീയിങ്, മനുഷ്യകുലം ഉണ്ട്. ആ മനുഷ്യകുലത്തിൽ നിന്ന് ദൈവം ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനാണ് ആദം. മനുഷ്യനാണ് ആദം. വാസ് ദ ഫസ്റ്റ് മാൻ. ആദം വാസ് നോട്ട് ദ ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ്. ഈ ഹ്യൂമൻ ബീയിങ്ങിൽ എല്ലാവരിലും ഈവിളുണ്ട്. മനുഷ്യരുടെ നാച്ചുറലി അവർക്ക് ഈ ഈവിൾ നേച്ചർ ഉണ്ട്. പക്ഷെ ആദം ചെയ്ത തെറ്റ്, അവന് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവിക ഉടമ്പടിയിൽ നിന്ന് അവൻ വീണുപോയി. അപ്പൊ ഉടമ്പടിയിൽ നിന്ന് വീണുപോയപ്പോൾ അതാണ് മരണം, കവനന്റൽ ഡെത്ത്. ഇത് മനസ്സുപോകരുത്. ഇത് മനസ്സിലാകാതെ നമ്മൾ മണ്ണിലേക്ക് പോകുന്നതാണെന്ന് ഞാൻ തമാശ പറയല്ല. വേദപുസ്തകത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തിൽ അതെന്താണെന്ന് സൂക്ഷ്മമായി, ലൂക്കോസിന്റെ ഭാഷ പറയും, സൂക്ഷ്മമായി പരിശോധിക്കണം. ഇത് ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ സംസാരിച്ചു, ജസ്റ്റ് ടോക്ക് ടു എ ഡോക്ടർ. ഡോക്ടറും കത്തി കൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ബൗച്ചർ, നമ്മുടെ നാട്ടിലെ ഏതാ കശാപ്പുകാരൻ, അങ്ങേരും കത്തി കൊണ്ടാണ് കശാപ്പ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ അങ്ങേര് കത്തി കൊണ്ട് കശാപ്പ് ചെയ്താൽ ചത്തുപോകും. പക്ഷെ ഡോക്ടർ അങ്ങനല്ല. ഡോക്ടറും കീറുന്നുണ്ട്, അവരും കീറുന്നുണ്ട്. ഡോക്ടർ സൂക്ഷ്മമാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന് രണ്ട് കാര്യങ്ങൾ എഴുതാൻ, രണ്ട് പ്രധാനപ്പെട്ട പുസ്തകം എഴുതാൻ ദൈവം പരിശുദ്ധാത്മാവ് അനുവദിച്ചത്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി സൂക്ഷ്മമായി എഴുതുക. ഇപ്പൊ വേദപുസ്തകത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കണം. സോ ഞാൻ തിരിച്ചു വരിക. ഇവിടെ മനുഷ്യനിലേക്ക് സകല മനുഷ്യൻ പാപം മനുഷ്യരിൽ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് മാൻ ആദം വാസ് നോട്ട് ദ ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ്, ആദം വാസ് ദ ഫസ്റ്റ് കവനന്റ് മാൻ. ഇനി 13 വാക്യം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. അപ്പം പാപം ന്യായപ്രമാണം വരെ എന്നുണ്ടായിരുന്നു, ഭൂമിയിൽ ഉണ്ടായിരുന്നു, പാപം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. പ്രധാന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് പാപത്തെ, ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, എപ്പോഴാണ് ഈ ന്യായപ്രമാണം ഉണ്ടായത്? നമ്മുടെ എല്ലാവരും, മിക്കവാറും ആളുകൾ പറയുന്നത് ന്യായപ്രമാണം സീനായിലുണ്ടായിരുന്നു. സീനായില് ന്യായപ്രമാണത്തിന്റെ കൾമിനേഷൻ, അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ ഫുൾ വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടത് സീനായിലാണ്. ന്യായപ്രമാണം ആദ്യമായിട്ട് ആരംഭിച്ചത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിലെ അറിവിന്റെ വൃക്ഷം ഉണ്ടല്ലോ, അതാണ് ന്യായപ്രമാണം ഫസ്റ്റ്. ഈ അറിവിന്റെ വൃക്ഷത്തെ തുടരുതെന്ന് പറഞ്ഞു, തിന്നരുതെന്ന് പറഞ്ഞു. അവിടെയാണ് ലോ വന്നേക്കുന്നത്, ഫസ്റ്റ് ലോ. ഇപ്പൊ ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് പാപം കണക്കിടുന്നില്ല. അർത്ഥം, ആദമിനെ കണക്കിട്ടല്ലോ, കായേനെ കണക്കിട്ടു. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അന്നത്തെ ജനവിഭാഗത്തിന് പാപം കണക്കിട്ടു, ബാബേലിൽ കണക്കിട്ടു. പിന്നെ ഇങ്ങോട്ട് മുഴുവൻ പാപം കണക്കിടുന്നുണ്ട്. അപ്പൊ ഇത് ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരാത്ത ജനത്തെക്കുറിച്ച്. അപ്പൊ ന്യായപ്രമാണത്തിന് പുറത്തുള്ളവരുണ്ട്. ന്യായപ്രമാണം ഇല്ലാത്ത ഇടത്ത് പാപം കണക്കിടുന്നില്ല. ന്യായപ്രമാണം ആർക്ക് ലഭിച്ചുവോ അവരോടത്രേ അത് കണക്കിടുന്നത്. ഓക്കെ. അപ്പം ന്യായപ്രമാണം എന്ന് പറയുന്നത് ആര് ലംഘിച്ചോ അവരിൽ പാപം കണക്കിടുന്നു. ആദാം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വല്യപ്പച്ചനാ. ശരിയാ, ആദാമിന്റെ വംശത്തിൽ നോഹ വരുന്നു, നോഹയുടെ മക്കൾ വരുന്നു. ഈ നോഹയുടെ മക്കൾ എല്ലാവരും ഉടമ്പടിയിലല്ല. അവിടെയും ദൈവം എന്ത് ചെയ്യുന്നു? ഷേത്തിന്റെ
ഒരു 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 ഷേത്തിന്റെ ഒരു അല്ല ആ ഷേമിന്റെ മകൻ, ഷേമിലൂടെ നമുക്ക് എബർ എന്ന് പറയും, എബർ, പിന്നെ തേരഹ്, പിന്നെ ഏബ്രഹാം, അങ്ങനെ വരിക. ബാക്കി മുഴുവൻ ആളുകളും കവനന്റിലില്ല, ഉടമ്പടിയിലില്ല. അപ്പം ഭാരതത്തിൽ താമസിച്ചവരും നമ്മളാരും ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമല്ലായിരുന്നു, നമുക്കാർക്കും പ്രമാണമില്ലായിരുന്നു. നമ്മളിത് മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് ആദമിന്റെ പാപം ഒരിക്കൽ പോലും നമ്മുടെ മേൽ വന്നിട്ടില്ല. ഇത് രക്തത്തിലൂടെയാ പോകുന്നത്, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാറുണ്ട്. മറിയ വിശുദ്ധി അല്ലായിരുന്നെങ്കിൽ യേശു ക്രിസ്തു പാപിയായി ജനിച്ചേനെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അല്ലല്ല, മറിയയുടെ രക്തം യേശുവിന്റെ ശരീരത്തിൽ വന്നിരുന്നെങ്കിൽ, മറിയ യേശുവിന്റെ വന്നിരുന്നെങ്കിൽ എന്തോ യേശു പാപിയായിരുന്നതിനൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് അങ്ങനെയല്ല. ഈ പാപം ഇങ്ങനെ പറയുക, ഞാനത് വിടുക. ഇനി ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഇതല്ലെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾ ആരും ഇപ്പൊ കേരളത്തിലെ ഒരാളും പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, ഒരു വാസം രക്ഷപ്പെട്ടിട്ടില്ല, ഇല്ലെന്നേ. 85-ാമത്തെ വയസ്സിലും പറയും എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെ നിങ്ങൾ എന്ത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു? കള്ളം പറയാൻ തോന്നില്ലേ? കോപം വരാറില്ലേ? ദ്രവ്യാഗ്രഹം വരാറില്ലേ? അസൂയ വരാറില്ലേ? ഇതെല്ലാം പാപത്തിന്റെ പ്രവൃത്തികളാണ്, ജഡത്തിന്റെ പ്രവൃത്തികളാണ്. വരാറുണ്ടല്ലോ നമുക്ക്. ജഡിക മോഹങ്ങൾ വരാറില്ലേ? വൈകാരികമായ നമ്മൾ ഇംബാലൻസിൽ പോകാറില്ലേ? ദ്രവ്യാഗ്രഹം വരാറില്ലേ? ബഹുഭൂരിപക്ഷത്തിനുണ്ട്. കള്ളം പറയാറില്ലേ? എക്സാജറേഷൻ ചെയ്യാറില്ലേ? 50 പേര് വരുമ്പോൾ 500 പേര് വന്നെന്ന് പറയാറില്ലേ? ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു, 500 പേര് വന്ന് പറയത്തില്ല, കള്ളം പറയത്തില്ല, എല്ലാം കള്ളസത്യം ചെയ്യാറില്ലേ? സോ നമ്മളിൽ എന്തുണ്ട്? നാച്ചുറലി ഇതുപോലെയുള്ള സിൻസ് ഉണ്ട്. ഇത് എന്താണെന്ന് നമ്മൾ ഓൾഡ് ഗവൺമെന്റ് മനസ്സിലാക്കിയാലേ പഠിക്കുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇനി നമ്മൾ രക്ഷിക്കപ്പെട്ടുവോ എന്നാണ് ചോദ്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില വാക്കുകൾ ഞാനൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ അവരോട് പറയുകയാണ്, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം. ഈ സകല സൃഷ്ടി എന്ന് പറയുന്നത് ഓൾഡ് ഗവൺമെന്റ് പീപ്പിളാണ് കേട്ടോ, അല്ലാതെ നമ്മൾ കാണുന്ന സകല സൃഷ്ടിയൊന്നുമല്ല. സൃഷ്ടി എന്ന് പറയുന്നത് ഓൾഡ് ഗവൺമെന്റ്, ഫസ്റ്റ് ക്രിയേഷൻ. ആദ്യം യഹൂദൻ, പിന്നെ യവനൻ. ജാതികൾക്കുള്ള സാൽവേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. യേശു ക്രിസ്തു ഭൂമി വന്ന എന്തിനാ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ തൻ്റെ ജനത്തെ, ഇന്ത്യക്കാരനെ അല്ല, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അപ്പൊ ഇന്ത്യക്കാർക്കൊന്നുമില്ലേ? വെയിറ്റ്. അവർക്കാ പാപം. ഇന്ത്യക്കാരന്റെ പാപം കണക്കിടുന്നില്ല, കാരണം ഇന്ത്യക്കാരൻ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്? നോക്കിക്കേ, സർവസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ഇതൊക്കെ നമ്മൾ ഇന്നെടുത്ത് അടിക്കുന്നതാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഷാൽ ബി സേവ്ഡ്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ, ന്യായവിധിയിൽ അകപ്പെടും, ജഡ്ജ്മെന്റ്. വിശ്വസിക്കാത്തവൻ ജഡ്ജ്മെന്റിൽ. ഞാൻ ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു മിനിറ്റ്. ഈ വാക്കിന്റെ അർത്ഥം അതായത് ന്യായവിധിയിൽ അകപ്പെടും, ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാണ് കൊടുത്തിരിക്കുന്ന വാക്യം. കാറ്റാക്രിനോ, കണ്ടം, ഡാംനേഷൻ, കണ്ടംഡ് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് ജഡ്ജ്മെന്റ് വരുമെന്ന്, ന്യായവിധിയിൽ അകപ്പെടുമെന്ന്. അപ്പം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന, സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ? ക്രിസ്തുവിനോട് ചേരുക എന്ന്. ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക് സ്നാനപ്പെടുക. സോ 1-ാം നൂറ്റാണ്ടില് അവർക്ക് ക്രിസ്തുവിലേക്ക് സ്നാനപ്പെടാനായിട്ട് കൊടുത്തിരുന്ന മാധ്യമം വെള്ളമാണ്, വാട്ടർ ബാപ്റ്റിസം. വാട്ടർ ബാപ്റ്റിസം ഓൾഡ് ടെസ്റ്റമെന്റ് വന്നേ കേട്ടോ. യോഹന്നാനും മുമ്പും പണ്ട് ലേവ്യര് മുതൽ സ്നാനപ്പെടുന്നുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിലെ ബാപ്റ്റിസം എന്ന് പറയുന്നത് സ്പിരിറ്റ് ബാപ്റ്റിസം. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ ഉടനെ നിങ്ങൾ എനിക്ക് ഭൂലോകത്തിൽ ഏറ്റവും വലിയ ദുരുപദേശം എന്ന് വിളിക്കും.
ഏതൊരു കാര്യം പറയുമ്പോൾ ഉടനെ ആ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ രക്ഷപ്പെടണ്ട, അതല്ല കാര്യം. ചിന്തിക്കുക. ന്യായവിധിയിലകപ്പെടും. യു ഷാൽ ബി സേവ്ഡ്. പിന്നെ അർത്ഥം എന്താ? ഷാൽ ബി സേവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ ടെൻസിലല്ലേ? He that believeth and is baptized shall be saved. അങ്ങനെ but he that believeth not shall be condemned, damned. What is the meaning of it? The meaning of this verse, judgment is coming. ഇന്ന് ഈ വാക്യം ഞാൻ എടുത്താൽ ഇത് ഫ്യൂച്ചറിലാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് കർത്താവ് ഫ്യൂച്ചറിസ്റ്റ് അല്ലേന്ന്. കർത്താവ് ഫ്യൂച്ചറിസ്റ്റാ. 1-ാം നൂറ്റാണ്ടിൽ AD 30, AD 70 സംഭവിപ്പാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ച ആളാ. യേശു സംസാരിച്ചപ്പോൾ യേശു ഫ്യൂച്ചറിസ്റ്റില സംസാരിച്ചത്. നടന്നു കഴിഞ്ഞ കാര്യം, സംഭവിച്ച കാര്യം ഇന്ന് വന്നിട്ട് ഇനി സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ യുക്തി എന്താണ്? ഇവരോട് പറയാ, നിങ്ങൾ രക്ഷപ്പെട്ടാൽ വരാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ യു ഷാൽ ബി സേവ്ഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ, നിങ്ങൾ എന്നോട് ചേർന്നാൽ വരുവാൻ പോകുന്ന ന്യായവിധിയിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും. അതാണ് ആ വാക്കിന്റെ അർത്ഥം. യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നോക്കിയേ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഇത് അല്പം ദൈർഘ്യമുള്ള ഒരു ബൈബിൾ സ്റ്റഡിയാ. സമയം കിട്ടുമ്പോൾ കേൾക്കുക. ഇത് 17-ാമത്തെ വാക്യം. ദൈവം തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. That the world through him might be saved. Might be saved is a future. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ന്യായം വിധിപ്പാനല്ല, അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനാൽ that he might be saved. ഞാൻ കുറച്ച് വാക്യങ്ങൾ എടുക്കാം. മത്തായിയുടെ സുവിശേഷം യോഹന്നാൻ 10:9 നോക്കി. നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ബൈബിൾ, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ ബൈബിൾ സ്റ്റഡി ആയിട്ട് നടക്കട്ടെ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഷാൽ ബി സേവ്ഡ്. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇത് ഫ്യൂച്ചറിലാണ് സംസാരിക്കുന്നത്. മുഴുവൻ രക്ഷാവാചകങ്ങളും യേശു പഠിപ്പിച്ചത് രക്ഷപ്പെടും. യു ഷാൽ ബി സേവ്ഡ് by me, if any man enter in, he shall be saved, and shall go in and out and find pasture. അകത്ത് പോവുകയും പുറത്ത് വരികയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ കാരാഗൃഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞ വാക്ക് എന്താണ്? ബിലീവ് ഓൺ ദ ലോർഡ് ജീസസ് ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും shall be saved. എപ്പോഴും ഇത് ഫ്യൂച്ചറിലാ. അതായത് വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന്, ജഡ്ജ്മെന്റിൽ നിന്ന്, സിവിയറായിട്ട് ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്തത്, ഇനി മേലെ സംഭവിച്ചിട്ടില്ലാത്തത്, ഇനി മേലെ സംഭവിക്കാത്തതുമായ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതേ ന്യായവിധിയിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇത് 1-ാമത്തെ നൂറ്റാണ്ടിൽ ദൈവം അവർക്ക് കൊടുത്ത ഇതിനെയാണ് വിശ്വാസത്താൽ രക്ഷപ്പെട്ടു എന്നുള്ളത്. വിശ്വാസത്താൽ രക്ഷപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നോക്കി. ആരെല്ലാം അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നോ അവർ രക്ഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഷാൽ ബി സേവ്ഡ്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം അത് കോട്ട് ചെയ്ത് പറയുക. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. റോമാലേഖനം 10-ാം അധ്യായത്തിന് 9-10 വാക്യം എന്താ? യേശുവിനെ കർത്താവെന്ന് വാഗോണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചു ഉറപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത് ഇന്ന് ഞാൻ യേശുവിനെ കർത്താവെന്ന് വാഗോണ്ട് ഏറ്റു പറയണോ? യേശു ക്രിസ്തു ഇന്ന് ആരാ നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു യഹൂദന്റെ കർത്താവായിരുന്നു. കാരണം ഇവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് ക്രിസ്തുവാ. ഈ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ഇവരെ 1-ാമത്തെ പ്രമാണത്തിൽ നിന്ന്, അതിന്റെ ജഡ്ജ്മെന്റിൽ നിന്ന്, അതിന്റെ മരണത്തിൽ നിന്ന്, അതിന്റെ പാപത്തിൽ നിന്ന്
വിടുവിപ്പാൻ വേണ്ടിയാണ് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് ഇരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ഓക്കെ, പാപങ്ങൾക്ക് നിർത്ത ചെയ്യണം, അകൃത്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ദാനിയേലിൽ പറയുന്ന 9-24 വാക്യം കാണുന്നുണ്ട് 6 പ്രധാന കാര്യങ്ങൾ. ആർക്ക് വെച്ചേക്കുന്നു? നിന്റെ ജനത്തിനും നിന്റെ വിശുദ്ധ പട്ടണത്തിനും. ഇതൊക്കെ ഞാൻ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കും. ഇവിടെ എല്ലാം രക്ഷിക്കപ്പെടും, രക്ഷപ്പെടും. റോമർ 10:13 പറഞ്ഞിരിക്കുന്നത് whoever shall call upon the name of the Lord shall be saved. ആരെല്ലാം അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ, സെയിം വേർഡ് പീറ്റർ ഉപയോഗിച്ച അതേ വാക്ക് പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞു, രക്ഷിക്കപ്പെടും ഭാവിയിൽ. ദാറ്റ് മീൻസ് ഇപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ചോ, ഈ പറയുന്ന സമയത്ത്, ഈ പ്രസംഗ സമയത്ത് വിശ്വസിച്ചോ, അവനിൽ ആശ്രയിച്ചോ, വരാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കഥയല്ല ഇത് കേട്ടോ. അന്നവർക്ക് വന്ന ജഡ്ജ്മെന്റിന്റെ പേരാ നരകം, ലേക്ക് ഓഫ് ഫയർ. രക്ഷപ്പെടും, ഷാൽ ബി സേവ്ഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സാൽവേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ട്രിബുലേഷനിൽ നിന്ന്. മത്തായിയുടെ സുവിശേഷം 10:22 നോക്കി. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സഹിച്ചു നിൽക്കുന്നവൻ, ട്രിബുലേഷനിലൂടെ പ്രതിസന്ധികൾ വരും അവർക്ക്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അപ്പം പ്രതിസന്ധികൾ വരുന്നുണ്ട്, യഹൂദന്മാരിൽ നിന്നുള്ള എതിർപ്പ് വരുന്നുണ്ട്, മതപുരോഹിതന്മാരിൽ നിന്നുള്ള അക്രമം വരുന്നുണ്ട്, ഉപദ്രവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ സഹിച്ചാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, മത്തായിയുടെ സുവിശേഷം 24:13 വാക്യം പറയുന്നുണ്ട്, രാജ്യത്തിന് ഈ സുവിശേഷം സർവ്വ സൃഷ്ടിക്കും പ്രസംഗിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. മൊത്തം ഫ്യൂച്ചറാണ്. അപ്പം നമ്മൾ ഇവിടെ ചോദിക്കുക, രക്ഷിക്കപ്പെട്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടു. എപ്പോ രക്ഷിക്കപ്പെട്ടു? 1980 മാർച്ച് 4 രക്ഷിക്കപ്പെട്ടു. അങ്ങനല്ല എഴുതി വെച്ചേക്കുന്നത്. അങ്ങനല്ല ഇവിടെ എഴുതിയേക്കുന്നത്. രക്ഷിക്കപ്പെടും ഫ്യൂച്ചറാണ്. മുഴുവൻ മെസ്സേജുകളിലും അന്ന് കൊടുത്തത് രക്ഷിക്കപ്പെടും. മത്തായിയുടെ 24:13 അങ്ങനെ പറഞ്ഞേക്കുന്നേ. മർക്കോസ് സുവിശേഷം 13:13 തന്നെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ലൂക്കോസ് 21:13 സഹിച്ചത്. അപ്പം ട്രിബുലേഷൻ വരുന്നുണ്ടെന്ന്, ഉപദ്രവങ്ങൾ വരാൻ പോവോ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു 24 പറഞ്ഞതുപോലെ നിങ്ങളെ ഉപദ്രവിക്കും, പള്ളിയിൽ കൊണ്ട് അടിക്കും, അന്യോന്യം എന്ത് ചെയ്യും, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, ഉപദ്രവങ്ങൾ സഹിക്കും, മരിക്കേണ്ടി വരും, രക്തം ചിന്തേണ്ടി വരും. എന്നാൽ ജഡ്ജ്മെന്റിൽ നിന്ന്, ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക. ഇവർ മരിച്ചു പോയാലോ, ഉപദ്രവം സഹിച്ച് മരിച്ചാൽ ദേ വിൽ ഗെറ്റ് റിസറക്ഷൻ. യേശുവിന്റെ 2ാം വരവിൽ റിസറക്ഷൻ ഉണ്ട്. AD 17. അപ്പൊ റിസറക്ഷൻ സംഭവിക്കുമെന്ന് പറയുക. യു ഷാൽ ബി സേവ്ഡ്. സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അപ്പൊ സാൽവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുത്ത ഉടമ്പടിയിൽ, ആ ഉടമ്പടിയുടെ ന്യായവിധിയിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കുമെന്ന്. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടത്, ഞാൻ ആ വാക്യം എടുക്കാം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. റോമർ 11:26. ഹല്ലേലൂയ. ഇവിടെ ഒരുപാട് പേര് പറയുന്ന ഒരു ഭയങ്കര അബദ്ധമാണ്. സഹോദരന്മാരെ, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയോളം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ഭയങ്കര ഇന്റർനാഷണൽ ഫിഗേഴ്സ് പ്രസംഗിക്കുക. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ, ഇതേതാ ജാതികൾ? യഹൂദൻ ജാതി എന്ന് വിളിച്ച ആരെന്നറിയുമോ? ഇസ്രായേൽ ഗ്രഹത്തെയാ. ഇവിടെ ഇസ്രായേൽ എന്തെയും ഉദ്ദേശിച്ചിരിക്കുന്ന യഹൂദ ഗ്രഹത്തെയാ. അവിശ്വാസത്താൽ ചില കൊമ്പുകൾ ഒടിഞ്ഞുപോയി. നമ്മളതിന് മോളിൽ കാണുന്നത് അവിശ്വാസം നിലനിൽക്കാതെയും സ്വാഭാവിക കൊമ്പുകൾ ദൈവം ഒക്കെ ഞാൻ മേളി വെക്കാം. എന്നാൽ കൊമ്പുകൾ ചിലത് എന്ത് ചെയ്തു? just want to take that verse, okay? കൊമ്പുകളിൽ ചിലത് ഒടിഞ്ഞിട്ട് കാട്ടലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന്റെ പങ്കാളിയായി തീർന്നില്ല. ആർക്ക് എഴുതുന്ന? റോമർക്ക് എഴുതുക കേട്ടോ. റോമൻസിന്റെ ഇടയിൽ താമസിക്കുന്ന ഇസ്രായേൽ ഗ്രഹമോ. യഹൂദ ഗ്രഹവും ബെന്യാമീൻ ഗ്രഹവും അല്ല, യഹൂദ നാട്ടിലാണ് താമസിക്കുന്നത്. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് യഹൂദന്മാരാണ്, ജൂഡാഗ്രഹമാണ്. അപ്പം മറ്റൊരു ഭാഗങ്ങളിലൊക്കെ
അതുകൊണ്ട് അവിടെ പറഞ്ഞ കാട്ടിലുവായി നിന്നെ ഒട്ടിച്ചെന്ന്. റോമിലുള്ള സാധാരണ ജനങ്ങൾ യഹൂദന്മാരല്ലാത്തവരെ ഒട്ടിച്ച കഥയല്ലിത്. ഇസ്രായേൽ ഗ്രഹത്തെ ഒട്ടിച്ചു, അവരെ ഓടിച്ചു കളഞ്ഞിട്ട്. അതുകൊണ്ട് നീ പ്രശംസിക്കരുത്, നീ അതിനകത്ത് നിഗളിക്കാൻ പാടില്ലെന്ന് പറയുക. എന്നിട്ട് താഴോട്ട് പറയുന്നു, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികം ഒട്ടിക്കും. അതായത് യഹൂദന്മാർ ഇസ്രായേൽഗരോട് ടോക്കാണിത്. ജസ്റ്റ് മനസ്സിലാക്കുക, ഇസ്രായേൽ ഗ്രഹമുണ്ട്, യഹൂദ ഗ്രഹമുണ്ട്. അപ്പൊ യഹൂദ ഗ്രഹമാണ് കാട്ടൊലിവ്, നമ്മൾ കാട്ടൊലിവൊന്നുമല്ല. ഒലിവെന്ന് പറഞ്ഞാൽ തന്നെ യഹൂദനാണ്. കാട്ടൊലിവ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗ്രഹം. ശമരിയയിൽ പോയി ശമരിയരുമായിട്ട് അസീറിയയുമായിട്ട് ഇടകലർന്ന് ലോകത്തിന്റെ എല്ലാ ജാതികളുമായി ഇടകലർന്ന് ജീവിക്കുന്ന ഉണങ്ങിയ അസ്ഥികളായ ഇസ്രായേൽ ഗ്രഹം. അവരാ കാട്ടൊലിവ്. ദയവ് ചെയ്ത് നിങ്ങളല്ല കാട്ടൊലിവ്. നിങ്ങളെ ആരെങ്കിലും കാട്ടൊലിവ് എന്ന് വിളിച്ചാൽ ഓടിക്കോളാൻ പറഞ്ഞാൽ മതി. നമ്മൾ കാട്ടൊലിവല്ല, അതിന് നമ്മൾ ഒലിവല്ലല്ലോ. സ്വാഭാവിക കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ നാട്ടൊലിവായിരുന്നത് യഹൂദഗ്രഹത്തെ ദൈവം എന്ത് ചെയ്യാണ്? അവരുടെ അവിശ്വാസത്തിൽ ഒടിച്ചു കളഞ്ഞെങ്കിൽ അവരെ ഞാൻ വിശ്വസിക്കുന്നവരെ ഒട്ടിക്കും എന്ന് പറയുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാതെ വിടുക. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന്റെ അംശമായ കാഠിന്യം ഭവിക്കുന്നു. ഏതാ? യഹൂദനെ സംബന്ധിച്ച്. ആരായി ജാതി? ഇസ്രായേൽ ഗ്രഹം. ജാതികളുടെ പൂർണ്ണസംഖ്യ, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ മെല്ലോ ഹഗോയിം എന്ന് പറയും. ഫുൾനെസ് ഓഫ് ദ നേഷൻ. ഇതിനൊക്കെ ഞാൻ ഇന്റർനാഷണൽ ആളുകൾ പ്രസംഗം തരുന്നറിയോ? അമേരിക്കയിലെ ന്യൂയോർക്ക് തെരുവിൽ ഇപ്പോൾ അവസാനത്തെ ജാതിയായവൻ രക്ഷിക്കപ്പെടുമ്പോൾ ബും, യേശു കർത്താവ്. അങ്ങനാണോ സാർ എഴുതിയിരിക്കുന്നത്? ഇവർക്ക് ഏത് സ്കൂളിലാണ് പഠിച്ചത് എനിക്കറിയത്തില്ല. നോക്കി, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ വന്നാൽ ആ വരുന്നത് വരെ ഇവർക്ക് കാഠിന്യം ഭവിച്ചിരിക്കുന്നു. വരുമ്പോൾ ഇവരുടെ കാഠിന്യം മാറും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഷാൽ ബി സേവ്ഡ്. ദിസ് ഇസ് എ കവനന്റ് ആണ്, യൂണിറ്റിയാണ്. ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ഒന്നിക്കും. ജോസഫിന്റെ വടിയും യഹൂദയുടെ വടിയും കൂടെ വീണ്ടും ഒന്നാകും. ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവരുടെ വിശുദ്ധ മന്ദിരം എന്നേക്കും നിലനിൽക്കും. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ 26 മുതൽ നമുക്ക് വായിക്കാൻ പറ്റും, 25 മുതൽ. യു കൻ റീഡ് ദാറ്റ്. സോ ഇവിടെ കോർപ്പറേറ്റ് ആയിട്ട് ദൈവം അവർക്ക് കൊടുക്കാൻ പോകുന്ന സാൽവേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കൊരിന്ത്യയിലെ 1 Corinthians 3:15 നോക്കി. ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ദാറ്റ് ഫസ്റ്റ്. സോ ഐ എം യൂസിങ് മെനി വേഴ്സസ്. നല്ലതല്ലേ? ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞെന്ന് പറയത്തില്ലല്ലോ. 1 Corinthians 3:15 നോക്കിയേ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. മേളിലൊക്കെ വായിക്കുന്ന അടിസ്ഥാനം യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ല മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അടിസ്ഥാനത്തിന് ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്ന് പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇത് ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ പണിയാണ് കേട്ടോ. പുത്തൻ യെരൂശലേമിന്റെ പണിയാണ്. ആ ദിവസം അതിന് തെളിവാകും. അത് തീയോടുകൂടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് നീ ശോധന ചെയ്യും. തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തന്റെ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രയും. അപ്പം അവൻ ശോധനയിലൂടെ രക്ഷപ്പെടും. സോ ഇവിടെയും ജനങ്ങൾ പണിയുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ആരാ ഇവിടെ പണിയുന്നവര്? ഞാൻ മുമ്പ് 10 കന്യകമാരുടെ ഉപമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 5 കന്യകമാർ ആരാന്നറിയും? ശുശ്രൂഷകന്മാരാണ്. അവരുടെ ജോലി മണവാട്ടി സഭയെ ഒരുക്കുന്നതാണ്. കന്യകമാര് മണവാട്ടികളല്ല. അവര് അശ്രദ്ധ കൊണ്ട്, അവരുടെ ക്രമക്കേടുകൾ കൊണ്ട്, പണി കൊണ്ട്, ബുദ്ധിയില്ലാത്തവരായതുകൊണ്ട് അവർ നശിച്ചുപോയി. അവർ ഛേദിക്കപ്പെടുന്ന. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുക? പണിയില്ലാതായിപ്പോയി. ദേ ഷാൽ ബി സേവ്ഡ്. ദേ ഷാൽ ബി സേവ്ഡ്. സോ ഇവിടെ നമ്മൾ കോർപ്പറേറ്റ് ആയിട്ട് യൂണിറ്റിയിൽ കവനന്റൽ സാൽവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ അടുത്തത് ഇനി ഇതുപോലെ തന്നെ സാൽവേഷനെ നമുക്ക് മറ്റൊരിടത്ത് കാണാൻ പറ്റുന്നത് റോമർക്ക് എഴുതിയ ലേഖനം. എനിക്ക് തോന്നി എല്ലാ മെസ്സേജ് ഇതിനകത്ത് തന്നെ വരുമെന്ന് തോന്നുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം നോക്കി.
ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്ത് ദൈവേഷ്ടത്താൽ ഇപ്പോൾ എങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതെന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ഇപ്പോൾ യാചിക്കുന്നു എന്നുള്ളത് അവൻ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസാക്ഷി. സോറി 5-ാമത്തെ അധ്യായം ഞാൻ 1-ാം അധ്യായത്തിൽ വായിച്ചു. സോറി. ഓക്കെ. ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത്. ഞാൻ 1-ാം അധ്യായത്തിൽ വായിച്ചു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഭാവിയാണ്, ഫ്യൂച്ചറാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും തന്നെ നമ്മുടെ ഫ്യൂച്ചർ അല്ല. ഇത് 1-ാമത്തെ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഓഡിയൻസ്, ഓൾഡ് കവനന്റ് പീപ്പിൾ. ഇവരോട് പറയാണ്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ നീതീകരിക്കപ്പെട്ട ശേഷം അവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. നീതീകരിക്കപ്പെട്ട ശേഷം പിന്നെ രക്ഷയുണ്ടോ? ആലോചിച്ച് നോക്ക്. നീതീകരിക്കപ്പെട്ട ശേഷം രക്ഷയുണ്ടോ? അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്തെ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. ജീവനാൽ. അപ്പൊ നിരന്നു കഴിഞ്ഞു, നീതീകരിക്കപ്പെട്ടു, എന്നിട്ടും വെച്ചേക്കുക സാൽവേഷൻ ഫ്രം ജഡ്ജ്മെന്റ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അതുപോലെ തന്നെ യു ആർ സേവ്ഡ്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്തുവാ? യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം നിങ്ങളുടെ സാൽവേഷൻ ഉറപ്പിക്കപ്പെട്ടു. വരുവാൻ പോകുന്ന ജഡ്ജ്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ എബ്രായ ലേഖനം 9:28 എന്ന് പറഞ്ഞേക്കുന്നത്, യേശു തന്നെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഈ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതോട് ഞാൻ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളുടെ യേശു ഇതുവരെ വന്നിട്ടില്ല. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വരുമെന്ന ഇത് മനസ്സിലാകാതെ ത്രികാല രക്ഷ, ഇതൊക്കെ ബൈബിളിൽ എവിടെ എഴുതിയത്? ത്രികാല രക്ഷ. ബൈബിളിൽ എവിടെയെങ്കിലും രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം വിശ്വസിച്ചവരോട് പറയാ നിങ്ങൾ രക്ഷപ്പെട്ടു, വിശ്വസിക്കാത്തവരോട് പറയാ നിങ്ങൾ വിശ്വസിച്ചാൽ രക്ഷപ്പെടും. ഇതിനെ ത്രികാല രക്ഷ. ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി ഞാൻ രക്ഷിക്കപ്പെടും. എന്തുവാ രക്ഷിക്കപ്പെടും എന്ന് ചോദിച്ചാൽ അതെന്റെ ശരീരം വീണ്ടെടുക്കപ്പെടണമെന്ന്. ഇതല്ല. വേദപുസ്തകം എടുത്തിട്ട് സത്യം മനസ്സിലാക്കാതെ പറയുകയാണ്. ചെവിയുള്ളവർ കേൾക്ക് പ്ലീസ്. നിങ്ങൾക്ക് ഒരിടത്തു നിന്ന് രക്ഷപ്പെടാനൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ അവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാനേ ഉള്ളൂ. കാരണം സാൽവേഷൻ ഈസ് കംപ്ലീറ്റഡ്. ക്രൈസ്റ്റ് ഡൈഡ്, ഹി പെയ്ഡ് ഫോർ ഓൾ. സ്റ്റിൽ വിശ്വാസി പാപിയാന്ന് പറയുക. പാപം 24 മണിക്കൂർ പാപം പറഞ്ഞുകൊണ്ടിരിക്കുക. ജനങ്ങൾ പാപബോധത്തിലാ ജീവിക്കുന്നത്. ദൈവനീതിയെക്കുറിച്ച് ഒരു ബോധവുമില്ല. ക്രിസ്തുവിന്റെ ജീവനെ കുറിച്ച് ഒരു ബോധവുമില്ല. 99% ദൈവമക്കളും പാപബോധത്തിലാ ജീവിക്കുക. ഞാനിത് പറയുമ്പോൾ ദേഷ്യം വരുന്നത് ഉപദേശികമാർക്ക് മാത്രമേ ഉള്ളൂ. അവരാണിപ്പം ഊമകള, മൊത്തം ഊമയാണ്. എല്ലാം ഒട്ടിച്ചുകൊണ്ട് നടക്കുക, മറുപടിയില്ല. കാരണം ജനത്തെ കബളിപ്പിച്ച് അന്ധതയിലാക്കി, പാപിയാക്കി, ദോഷിയാക്കി, ശപിക്കപ്പെട്ടവനാക്കി, പിശാചുണ്ടെന്ന് പറഞ്ഞു പിശാചിന്റെ അടിമയാക്കി. സാത്താൻ എന്തോ നിന്നെ കൊല്ല, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുണ്ട് ഇത് കേൾക്കാൻ. ഓപ്പൺലി ടെല്ലിങ് absolutely wrong. I know I am in the spirit of God. I'm telling the truth, not for benefit. ഇത് പ്രസംഗിക്കാൻ ആളുണ്ട്, ഇഷ്ടംപോലെ ക്യാഷും ഉണ്ട്. ഞങ്ങള് ഓരോ ദിവസമൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരാ, കൊച്ചു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാ. നമുക്ക് ഒത്തിരി തരാൻ ആരില്ല. എന്നിട്ടും
സത്യം വിട്ടുമാറാതെ സ്റ്റിൽ വി ആർ പ്രീച്ചിങ് ബിക്കോസ് ദിസ് ഇസ് ട്രൂ. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ സത്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷയെക്കുറിച്ചുള്ള സത്യം. It's a process. If you are saved, then Jesus has already came. നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ യേശു വന്നു കഴിഞ്ഞു. യേശു വന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പാപവും ക്ഷമിക്കപ്പെട്ടിട്ടില്ല. ഫിലിപ്പിയ ലേഖനം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. സ്വർഗത്തിൽ പൗരത്വം, അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു വെളിപ്പെടുമെന്ന് നമുക്ക് കാത്തിരിക്കും. രക്ഷിതാവ് വരുമെന്ന് കാത്തിരിക്കും. സെക്കൻഡ് കമ്മിങ്ങിലാണ് സാൽവേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഇവരോട് പറഞ്ഞത് യു ഷാൽ ബി സേവ്ഡ്, യു ഷാൽ ബി സേവ്ഡ്. ഞാൻ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. സോ ദ വേർഡ് ഷാൽ ബി സേവ്ഡ് is a covenant language to the people, those who are in the covenant. Deliverance from judgment, a judgment of the house of Israel. ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന റിയാലിറ്റി. That means that people were not saved. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് പ്രത്യാശയാൽ അത്രയും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്നുവെങ്കിൽ അത് പ്രത്യാശയല്ല, ഞങ്ങൾ കാണാത്തതിനായി കാത്തിരിക്കുന്നു. That means he was not saved. He believed, was not saved. This is a transition time. Salvation by faith is a transition language. Hallelujah. Last word. നമ്മൾ ഇനി ലോകത്തോട് എന്താ പറയണ്ടേ? നമ്മൾ പറയേണ്ടത് നിത്യജീവന്റെ സുവിശേഷം, എറ്റേണൽ ലൈഫ്. ജീവജല നദി ഒഴുകുന്നില്ലേ? അതെങ്ങോട്ടാ ഒഴുകുന്നത്? മരിച്ചവരുടെ ഇടയിലേക്ക്. സ്പിരിച്വലി ഡെഡ് പീപ്പിൾ, അഴുക്ക് ജീവിക്കുന്ന ജനത്തിന് നടുവിലേക്ക്. വി ആർ പ്രീച്ചിങ് ദ എറ്റേണൽ ഗോസ്പൽ. അതുകൊണ്ടാണ് ഒരു ദൂതൻ വിളിച്ചു പറയുക, എന്താണ്? നിത്യസുവിശേഷം. ഈ നിത്യസുവിശേഷം എന്താ? ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. അപ്പോസ്തലനായ പൗലോസ്, ലെറ്റ് മീ ടേക്ക് ദാറ്റ് വേഴ്സ്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഈ ബർണബാസും പൗലോസും ഒക്കെ ഒരു അത്ഭുതം നടന്നപ്പം എല്ലാവരോടും ഓടി വന്ന് ദേവന്മാരെന്ന് പറഞ്ഞുകൊണ്ട് യാഗം കഴിപ്പാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇവരെ വിലക്കിയ ശേഷം അപ്പോസ്തലനായ പൗലോസ് പറയുക, അപ്പോസ്തലനായ പൗലോസ് ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്നു. മനസ്സിലായോ? ക്ഷേത്രത്തെ പുരോഹിതർ കാളയും പൂമാലയും ഗോപുരത്തെ കൊണ്ട് പുരുഷാരത്തോടെ യാഗം കഴിയുമ്പോൾ ഭാവിച്ചു എന്ന് പറഞ്ഞാൽ, ഇവരെ ഇന്നത്തെ ഉപദേശിമാരാണെങ്കിൽ യോ ബാൻഡ് മേളം, ഒരു പാസ്റ്ററൊക്കെ വരുന്ന കണ്ടിട്ടുണ്ടോ? റെഡ് കാർപ്പറ്റ് വാക്ക്, പൂമാല ഇടുന്നു, ദൈവം വരുന്നതിൻ്റെ കൂട്ടം. These are not Christianity. I don't believe that Christianity is the true Christianity. It's fake, fabricated, adulterated. That's not gospel. ദാണ്ട് ഇവർ ചെയ്ത് നോക്കി, പുരുഷാരത്തിനെ ഓടി വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരുടെ ഇടയിലേക്ക് ഓടിച്ച് നിലവിളിച്ച് പറഞ്ഞു, യോ അരുത്, ഞങ്ങൾക്ക് പ്രശംസയും വേണ്ട, പൂമാലയും വേണ്ട, ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് യാഹു അർപ്പിക്കണ്ട. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ആളുകൾ അറിയേണ്ട ഒരു ട്രൂത്താണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ച് കയറി പറയാം. ഇന്ന് ക്യാഷ് കൊണ്ടുവന്നിട്ട് പാസ്റ്റർമാരുടെ കാലെ കൊണ്ട് എറിയുന്നു, പുൾപിറ്റിലോട്ട് എറിയുന്നു. ഇതെല്ലാം ഇവിടെ സംഭവിച്ച സെയിം തിങ്. പക്ഷെ യഥാർത്ഥ അപ്പോസ്തലന്മാർ എന്ത് ചെയ്ത്? വസ്ത്രം കീറിക്കൊണ്ട് നിലവിളിച്ചിട്ട് ഓടിച്ചെന്നിട്ട് പറയുക, പുരുഷന്മാരെ, നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ത്? ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർക്ക്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ശ്രദ്ധിക്കണം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടപ്പാൻ സമ്മതിച്ചു. ഇതാണ് സംഭവിച്ചത്. സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടക്കാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും
ഏതാ? ദൈവം ആകാശത്ത് നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളെയും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. മനസ്സിലായോ? ഇഷ്ടത്തിനങ്ങ് വിട്ടു ദൈവം. യഹൂദനെ മാത്രം അടി കൊടുത്തു. ഇപ്പോൾ പറയുക, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ഈ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഇതാണ് ലോകത്തിലെ ജാതികളോട് പറയാനുള്ള സുവിശേഷം. അല്ലാതെ നിങ്ങൾ രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം, നിങ്ങൾ പാപത്തിന് നത്തിങ് ഈസ് there. That is a false Christianity, fabricated salvations. That's not a true Christianity. Turn to God. ദൈവത്തെങ്കിലേക്ക് തിരിയണം. That means turn to the New Jerusalem. You will get eternal life. You will be accepted as sons and daughters. That is salvation. I think it is a long message. Hope you are blessed. If you have any doubt, നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് തരാം. You can support our ministry by financially and by prayer. And if you want help us, it is appreciable. I appreciate you all. കർത്താവ് വരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. Because this is a humble ministry. We are standing alone to preach the truth. Very few people in Kerala and all over India, especially some of the people are in America. നമ്മുടെ സഹോദരങ്ങളിൽ അവിടെയും ഇതുപോലെ ദൈവജനം സംസാരിക്കുന്നവരുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. അതുവരെയും സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.